ലീഗിനെതിരെ മാത്യു കുഴൽനാടന്റെ ഗീർവാണം. കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് ആരാവണമെന്ന് കോൺഗ്രസ് തീരുമാനിക്കുമെന്ന് കുഴൽനാടൻ. ലീഗ് പുറത്തുനിന്നാൽ മതിയെന്നാണ് കുഴൽനാടന്റെ തിട്ടൂരം. ലീഗ് പഞ്ചപുച്ഛമടക്കി നിന്നേക്കാം, എങ്കിലും ഒന്ന് ചോദിച്ചോട്ടെ, UDF എന്നത് കുഴൽനാടിന്റെ പോക്കറ്റിൽ നിന്നും കൊഴിഞ്ഞു വീണതാണോ? അല്ലല്ലോ. UDF എന്നത് ഒരു കൂട്ടം ചെറുതും വലുതുമായ പാർട്ടികളുടെ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിലെ ഏറ്റവും വലിയ ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിന് UDF നയിക്കുന്ന ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി ആരാവണമെന്ന് അഭിപ്രായം പറയാൻ അവകാശമില്ലെങ്കിൽ പിന്നെന്ത് ജനാധിപത്യമാണ് പാർട്ടിയിൽ? പിന്നെന്ത് പ്രാതിനിധ്യമാണ് UDF-ൽ ഘടകകക്ഷികൾക്കുള്ളത്? ഊശ്വരമായ കേരള മണ്ണിനെ രാപ്പകലില്ലാതെ അധ്വാനിച്ച് UDF-ന് അനുകൂലമായ നല്ല വിളവ് തരുന്ന ഊർവര ഭൂമിയാക്കുകയും മാറ്റുകയും അവിടെ 100 മേനി വിളവുണ്ടാക്കുകയും ചെയ്ത കർഷകനെ വിളവ് എടുപ്പിന്റെ സമയത്ത് ആട്ടിയോടിക്കുന്ന പോലെയാണ് VD സതീശനെ തുരത്താൻ നോക്കുന്നത്. കൃഷിക്ക് വളം ചിന്നാനും മരുന്നടിക്കാനും ആള് വന്നേക്കാം. കർഷകന്റെ കഠിനാധ്വാനം പുറത്തുനിന്ന് കണ്ടവരുമുണ്ടായേക്കാം. അവരെല്ലാം വിളവിന് അവകാശികളാണെന്ന് പറയുന്നത് എന്ത് അനീതിയാണ്? വിളയിറക്കിയവൻ വിളവെടുക്കട്ടെ, അതാണ് കാവ്യനീതി. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോകുന്ന പരിപാടി പാടില്ല. VD മുഖ്യമന്ത്രിയല്ലാത്ത കേരള ഗവൺമെന്റ് മുന്നോട്ട് പോകില്ല, തീർച്ചയാണ്.